അസ്ട്രോവേദിക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. 27 നക്ഷത്രങ്ങളിൽ ആദ്യ നക്ഷത്രമായ അശ്വതിയും രണ്ടാമത്തെ നക്ഷത്രമായ ഭരണിയും മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തികയുടെ ആദ്യ 15 നാഴികയും ചേർന്നതാണല്ലോ മേടക്കൂർ. മേടക്കൂറുകാരുടെ ഈ വർഷത്തെ മുഴുവൻ പൊതുഫലങ്ങൾ ഞാനിവിടെ പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ മലയാള വർഷം സുവർണ കാലഘട്ടമാണ്. അടിപൊളി, സൂപ്പർ, നല്ല രാശി ഉള്ള വർഷം എന്നൊക്കെ പുതിയ ഭാഷയിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ചില ഫലങ്ങളിലേക്ക് നമുക്ക് എത്തി നോക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ സത്ഫലങ്ങളെ അഥവാ നിങ്ങളുടെ ഈ അനുകൂല കാലഘട്ടത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. പ്രാർത്ഥനകളിലൂടെയും അതീവ പ്രയത്നത്തിലൂടെയും നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വയ്ക്കുവാൻ പറ്റിയ ഈ അവസരം ഇനി നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് ലഭ്യമാകൂ. ഈ പുതിയ വർഷത്തിൽ മുടങ്ങിക്കിടക്കുന്ന ഭവന നിർമ്മാണം ത്വരിതപ്പെടുത്തുകയും അത് പൂർത്തീകരിച്ച് പരവാസ്തു ബലിയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സവിശേഷത കൂടിയുണ്ട്. ആ ഭവനത്തിലേക്ക് പുതിയ വാഹനം, ഗൃഹോപകരണങ്ങൾ, പുതിയ വസ്ത്രം, സ്വർണം എന്നിവ ലഭ്യമാകുന്നതാണ്. ധാരാളം പണം ഇതിനു വേണ്ടി ചിലവാക്കുമെങ്കിലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നു എന്നുള്ളത് ഈ കൂറുകാർക്ക് ഏറെ ആശ്വാസകരമാണ്. വ്യാപാരത്തിലേർപ്പെടുന്ന ഈ കൂറുകാർക്ക് ഏറ്റവും നല്ല സത്ഫലങ്ങൾ ലഭിക്കുന്നു. പക്ഷേ ഓഹരി കമ്പോളത്തിൽ നിക്ഷേപിക്കുന്നവർക്ക് വളരെ ജാഗ്രതാപൂർവം വേണം ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ധാരാളം നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കും. വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി ഉള്ളതിനാൽ ഇക്കാര്യത്തിൽ ഒരു നഷ്ടവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറെ തൃപ്തികരം. ഈ വർഷത്തിൽ ഈ കൂട്ടർക്ക് രാശികളുടെ മാറ്റം, അതായത് വ്യാഴത്തിൻ്റെ പ്രയാണവും ശനി രാഹുകേതുക്കളുടെ രാശിമാറ്റവും വലിയ വിപരീത ഫലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറെ സവിശേഷത. അതുകൊണ്ട് തന്നെ ഈ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ഉറപ്പായും ലഭ്യമാകുന്നതാണ്. സന്താനങ്ങൾക്ക് ആദ്യ കാലഘട്ടത്തിൽ ആദ്യ 6 മാസത്തിൽ വളരെയധികം രോഗാരിഷ്ടതകളാൽ കഷ്ടപ്പെടേണ്ടി വരും. അഗ്നി, വായു, വൈദ്യുതി, ജലം എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുമ്പോൾ സന്താനങ്ങൾ ഏറെ ജാഗ്രത കാണിക്കേണ്ടതാണ്. സേനാവിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകൽ, സ്ഥാനഭ്രംശം, സ്ഥലം മാറ്റം, സസ്പെൻഷൻ മുതലായ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. സഹോദരങ്ങളുമായി ഭൂമി തർക്കത്തിലേർപ്പെട്ട് കോടതി വ്യവഹാരങ്ങളിലേക്ക് ചെല്ലുവാനുള്ള അവസരം കൂടി ഈ കൂറുകാർക്ക് ലഭ്യമാകുന്നതാണ്. എങ്കിലും അന്തിമമായിട്ട് കോടതി വ്യവഹാരത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നു എന്നുള്ളതാണ് ഏറെ സത്യം. സന്താനങ്ങൾക്ക് ഈ വർഷത്തിൻ്റെ അവസാന 6 മാസം അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്നു. വിവാഹത്തിന് കാത്തിരുന്ന പുരുഷന്മാർക്ക് വിവാഹത്തിനുള്ള അവസരം കിട്ടുന്നു. യൂറോപ്പിലും മറ്റും ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി വിസ വരാനുള്ള നല്ല അവസരം കൂടി ലഭ്യമാകുന്നതാണ്. അതുപോലെ സ്വദേശത്തും മറ്റ് ദുബായ്, UAE, മസ്കറ്റ് അങ്ങനെ വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള അവസരം കൂടി ഈ കൂട്ടരുടെ സന്താനങ്ങൾക്ക് കിട്ടുന്നതാണെന്നും കൂടി ഈ കാലത്ത് ഉള്ള അനുകൂല ഫലങ്ങളിൽ ഒന്നാണ്. പൊതുവെ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഈ വർഷം ഈ കൂട്ടർക്കുണ്ടാകും. എന്നാൽ പ്രായമായവർക്ക് സ്ട്രോക്ക് മൂലമുള്ള കിടപ്പ് രോഗികളായി മാറേണ്ട ഒരവസ്ഥയും കൂടിയുണ്ട്. മാനസിക സമ്മർദ്ദവും സർജറി, മുട്ടുവേദന, രക്താണുക്കളുടെ കുറവ്, ഹീമോഗ്ലോബിൻ്റെ കുറവ് എന്നിവ കൂടി അനുഭവപ്പെട്ടേക്കാം. അതിനൊക്കെ പരിഹാരാർത്ഥം
ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോയി എള്ളുകിഴിയും നീരാഞ്ജനവും നടത്തിപ്പോരുക. അതുപോലെ ശിവക്ഷേത്രത്തിൽ ധാര, പൂവളമാല, പുറവിളക്ക് എന്നീ വഴിപാടുകൾ ചെയ്യുന്നത് ഈ ദോഷഫലങ്ങളെ ഇല്ലാതാക്കുന്നു. ഈ വർഷത്തെ ഈ കൂറുകാരുടെ ഒരാകെ തുക പരിശോധിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സുവർണ കാലഘട്ടമാണ്. അത് പരമാവധി നിങ്ങൾ സരാകാതെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി ഒരു നല്ലൊരു മുന്നേറ്റവും മോശമായ വർഷങ്ങളിൽ പോലും അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഈ വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.